വടകര MDMA കേസിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഇരകളായിട്ടില്ല എന്ന് പോലീസ്. പ്രാഥമിക പരിശോധനയിൽ അധ്യാപകരുടെ അക്കൗണ്ടുകളിൽ 15 ലക്ഷത്തിലേറെ രൂപ എത്തിയതായിട്ടുള്ള കണ്ടെത്തലുമുണ്ടാകും. കാരണം ഇവരുടെ ബാങ്ക് അക്കൗണ്ട്സ് പരിശോധിക്കുമ്പോൾ ഒത്തിരി ചെറിയ ട്രാൻസാക്ഷൻ ഉണ്ട്, വലിയ ട്രാൻസാക്ഷൻസ് ഉണ്ട്, ലക്ഷക്കണക്കിലും ഉണ്ട്, ആയിരക്കണക്കിലും ഉണ്ട്. അപ്പോൾ ഇത് യാറാണ്, എന്തിനാണ് ഇവർക്ക് ഈ അക്കൗണ്ട്സിൽ ഈ പൈസ അയക്കുന്നത്, എന്ത് പർപ്പസ്ക്കാണ് അയക്കുന്നത്? ലഹരി വാങ്ങിക്കാനായിട്ടാണോ, അവർ കൺസ്യൂമറാണോ, ഇല്ല അവരും ഒരു ഇടനിലക്കാരാണോ? ഇത്ര കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം. രാഹുൽ KV വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഈ അധ്യാപികമാർ അറസ്റ്റിലാകുന്നു എന്നുള്ള ഘട്ടത്തിൽ നമുക്ക് ആശങ്കയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഇരകളായിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു കുട്ടി എന്നുള്ളതാണ് ആശങ്കയും ഗൗരവതരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അവരാരും ഇരയായിട്ടില്ല എന്നുള്ള ഉറപ്പാണോ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു? ഒപ്പം തന്നെ സാമ്പത്തികമായിട്ട് എന്നുള്ള കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? അക്ഷയ, അധ്യാപികമാർ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കേസാണ്, ഗൗരവമേറെയുള്ള കേസാണ്. അതിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. എല്ലാ വശങ്ങളും പരിശോധിച്ചു വരികയാണ്. പ്രാഥമികമായി ഏതായാലും കണ്ടെത്തിയത് ആശ്വാസകരമായ കാര്യമെന്നത് വിദ്യാർത്ഥികളിലേക്കൊന്നും ലഹരിയുടെ കണ്ണി എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിച്ച് വരുന്നു എന്നുകൂടിയാണ് SIT അറിയിക്കുന്നത്. എന്ന് DIG, കണ്ണൂർ റേഞ്ച് DIG തന്നെ എത്തി ഒരു അവലോകന യോഗം ചേരുകയും ചെയ്തിരുന്നു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കേസിൽ ഇതുവരെ 5 പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. അതിൽ 3 പേരാണ് അധ്യാപികമാരെന്ന് പറയുന്നത്. ചെറിയൊരു കേസായി, അതായത് ജൂൺ 28-ന് 2.1 ഗ്രാം MDMA വടകരയിൽ വെച്ച് പിടികൂടിയ കേസാണിത്. പിന്നീട് അതിൻ്റെ അടിത്തട്ടിലേക്ക് എത്തിയ സമയത്താണ് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോഴാണ് സാമ്പത്തിക ഇടപാടുകൾ അധ്യാപികമാരാണ് നടത്തിയതെന്ന് കണ്ടെത്തുന്നത്. ജൂലൈ 11-ന് കായിക അധ്യാപികയായ കീർത്തനയാണ് ആദ്യം അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. പിന്നീടാണ് കാവ്യയിലേക്കും അതിനുശേഷം ഇന്നലെ അറസ്റ്റിലായ നീഷ്മയിലേക്കും അന്വേഷണം എത്തിയിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് തന്നെ കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ ജിജിൽ കുര്യാക്കോസ് എന്ന പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. ഈ ജിജിൽ ഓൺലൈൻ ഡെലിവറി ബോയിയായി ജോലി ചെയ്യുന്നയാളാണ്. ഇയാളുടെ അക്കൗണ്ടിലേക്ക് പക്ഷേ 6 മാസത്തിനിടെ മാത്രം നടന്ന ട്രാൻസാക്ഷൻ എന്നത് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് 1 കോടിയോളം രൂപയുടേതാണ്. ഈ അധ്യാപികമാരിൽ 3 പേർക്കും, അതായത് ഇവർക്ക് മറ്റു വരുമാന മാർഗങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ആളുകളാണ്. BRCയിൽ താൽക്കാലിക അധ്യാപികമാരായി ജോലി ചെയ്യുന്ന ആളുകളാണ് 3 പേരും. അവർക്കപ്പോൾ അവിടെ നിന്നുള്ള ഈ ശമ്പളം മാത്രമാണ് വരുമാനമായി, ഇൻകമായി ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് പുറമെയായി ലക്ഷക്കണക്കിന് രൂപ, അതാണ് അത്രയും വലിയ അളവിൽ ലഹരി വിൽപ്പന, സാമ്പത്തിക ഇടപാട് ഇവരിൽ നടന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത്. 6 മാസത്തിനിടെയുള്ള ബാങ്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണ് നിലവിൽ പരിശോധിച്ചിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങളൊക്കെ ഏതായാലും ശേഖരിച്ചു വരുന്നു, പരിശോധിച്ചു വരുന്നു എന്നുകൂടി അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ പ്രതികൾ വിദ്യാർത്ഥികൾ ഇരകളല്ല എന്നറിയുന്നത് തന്നെ വലിയ ആശ്വാസമുള്ള കാര്യമാണ്. രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകുന്നത്.